ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലും പി എസ് സിയിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസത്തിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കിവിടാം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി അടുത്തിടെ ക്വാഡ് രാജ്യങ്ങൾ അറ്റ് സീ ഒബ്സർവേഷൻ മിഷൻ ആരംഭിച്ചു. താഴെ പറഞ്ഞതിൽ ഏതാണ് ക്വാഡിലെ അംഗങ്ങൾ? ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US. പഹൽഗാം ആക്രമണത്തിൻ്റെ പേരിൽ ഏത് സംഘടനയാണ് US തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചത്? റെസിസ്റ്റന്റ് ഫ്രണ്ട്. ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ബാങ്ക് ബാങ്ക് ആരംഭിച്ച രാജ്യം മലേഷ്യ. തീർച്ചയായിട്ടും ഇനിയും വരുന്ന എക്സാമുകളിൽ ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 2025 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചൈന. ചന്ദ്രയാൻ 5 ദൗത്യം ലൂണർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു സഹകരണ പദ്ധതിയാണ്. ISROയ്ക്കും ഇടയിൽ പ്രവർത്തിച്ചത് JAXA. 2025 സെപ്റ്റംബറിൽ നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് സുശീല കർക്കി. 1990 ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഇന്ത്യയിലെ ഏത് കാലാവസ്ഥാ പ്രവർത്തകനെയാണ് അടുത്തിടെ അറസ്റ്റ് ചെയ്തത്? സോനം വാങ്ചുക്. സ്വച്ഛ് സർവേക്ഷൺ 2025 റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ നഗരം ഏതാണ്? മധുര. ലോകത്തിലെ ആദ്യത്തെ പണരഹിത രാജ്യമായി ഔദ്യോഗികമായി മാറിയ രാജ്യം സ്വീഡൻ. ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 ആരംഭിച്ച മന്ത്രാലയം ടൂറിസം മന്ത്രാലയം. 16 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ രാജ്യം ഓസ്ട്രേലിയ. ഹോക്കൈ 360ൽ നിന്നുള്ള നൂതന നിരീക്ഷണ സാങ്കേതിക വിദ്യയ്ക്കുള്ള $131 മില്യൺ സമീപകാല കരാറിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഉൾപ്പെടുന്നു? ഇന്ത്യയും അമേരിക്കയും. 2025 ജൂണിൽ ഇന്ത്യൻ എഴുത്തുകാരിയായ ബാനു മുഷ്താഖ് തൻ്റെ പ്രശസ്തമായ ഹാർട്ട്ലാം എന്ന പുസ്തകത്തിൽ ദൈനംദിന കഥാപാത്രങ്ങളുടെ ഉജ്ജ്വലമായ ചിത്രീകരണത്തിലൂടെ ഏത് കേന്ദ്ര വിഷയമാണ് പരാമർശിച്ചിരിക്കുന്നത്? ജാതിമത അടിച്ചമർത്തൽ. ഓട്ടോമോട്ടീവ് പുനരുപയോഗ ഊർജ്ജ മേഖലകളിലെ ചില ഇന്ത്യൻ നടപടികളെക്കുറിച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തർക്ക ഗൂഢാലോചനകൾ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച രാജ്യം ഏതാണ്? ചൈന. 2025 ആരംഭിച്ച ആപ്കി പൂഞ്ചി ആപ്കി അധികാർ ക്യാമ്പയിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? വേഗത്തിലുള്ള തീർപ്പാക്കലും അവകാശപ്പെടാത്ത സാമ്പത്തിക ആസ്തികൾ നിയമാനുസൃത അവകാശവാദികൾക്ക് തിരികെ നൽകലും സാധ്യമാക്കൽ. വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ 30ാമത് CEL പങ്കാളിത്ത ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത നഗരം വിശാഖപട്ടണം. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ അഭിലാഷ ഉച്ചകോടി 2030 ആഗോള പുനരുപയോഗ ഊർജ്ജശേഷി 3 ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യം ഊന്നിപ്പറഞ്ഞ് ഏത് ഇന്ത്യൻ നയമാണ് ഈ ലക്ഷ്യവുമായി ഏറ്റവും അടുത്ത് യോജിക്കുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ദൗത്യം. വനിതാ പ്രീമിയർ ലീഗ് 2026 കിരീടം നേടിയ ടീം ഏതാണ്? RC ബാംഗ്ലൂർ. ദി വൈറ്റ് ടൈഗർ എന്ന പുസ്തകം എഴുതിയത് അരവിന്ദ് അഡിഗ. ഇനി നമ്മൾ അസിസ്റ്റൻറ്റ് പ്രോസിക്യൂഷൻ ഓഫീസർ പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് പോകാം. ബഹുഭാഷാ ഭരണത്തിനായി ഭാഷണീയമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ആദ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. 2025 ഇൻ്റർനാഷണൽ ബുക്ക് സമ്മാനം ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. ബാനു മുഷ്താഖും. ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇസ്രോയുടെ നിസാർ. താഴെ പറയുന്നതിൽ ഏത് ബഹിരാകാശ ഏജൻസിയുമായുള്ള സംയുക്ത ഉപഗ്രഹ ദൗത്യമാണ്? നാസ, അമേരിക്ക. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ശരിയായിട്ടുള്ളതാണ് എഴുതാൻ പറഞ്ഞത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ക്രിസ്റ്റി കവൻട്രി. അവൾ സിംബാബ്വേയിൽ നിന്നാണ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഐസക് നാദർ ആരെ പരാജയപ്പെടുത്തി സ്വർണ്ണ മെഡൽ നേടി? ജെയ്ക്ക് വൈറ്റ്മാൻ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. What is the primary objective of the Aapki Punji Aapka Adhikar campaign launched in 2025? The answer is C. Facilitating speedy settlements and rightful return of unclaimed financial assets of legitimate claimants. Vice President CP Radhakrishnan inaugurated the 13th to Partnership Summit in which
വിശാഖപട്ടണം. Which country has officially become the world's first cashless country? Sweden. Which ministry launched the Incredible Indian 2.0 initiative? ഇതിൻ്റെ എല്ലാ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ട് കിട്ടുന്നതായിരിക്കും. Okay, thank you.